Hello friends, welcome to SAT, Central Institution Center Madathumbadi and Puthamvelikara. Please subscribe to our YouTube channel for new updated videos and also visit centralinstitution.blogspot.in. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഡ്രോപ്പ് എ ലൈക്ക്. നിങ്ങൾ ഞങ്ങളുടെ ബ്ലോഗിലൂടെ ഫോളോ ചെയ്യാവുന്നതാണ്, അതുപോലെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് +2 കൊമേഴ്സ് അക്കൗണ്ടൻസി ചാപ്റ്റർ 3 റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. Classes by Sunny Thomas City and Part 1 Reconstitution Meaning. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന the topic to be covered in this lesson are topics: reconstitution of a partnership firm, adjustment in the books of a firm when new partner is admitted, new profit sharing ratio and sacrificing ratio, goodwill and enumerate the factors that affect it, method of valuation of goodwill, treatment of goodwill, revaluation of assets and reassessment of liabilities, adjustments for accumulated profits and losses, other adjustment recorded in the admission of a new partner. Okay. First of all, Part 1 Reconstitution Meaning. എന്താണ് സർ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ? ഓക്കെ, ഈ പിക്ചർ നോക്കൂ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വീട് കാണാം അല്ലേ? ഈ വീടിൻ്റെ പ്രത്യേകത നോക്കിയാൽ പഴയതാണല്ലേ, ഇതിനകത്ത് എന്താണ് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. നമ്മളൊക്കെ വീട് ചിലപ്പോൾ സമയത്ത് കുറേ നാളൊക്കെ പെയിൻ്റൊക്കെ അടിക്കാതെ ഇങ്ങനെയാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെയാണോ നമ്മൾ കല്യാണം നടത്തുക? ഇല്ല, നമ്മളെന്താ ചെയ്യുക? നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കും. ചിലപ്പോൾ ഇവിടെ വേറെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും, ഇല്ലേ? അല്ലാണ്ട് ഈ വീട് മൊത്തം തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് പണിതിട്ട് കേട്ടോളൂ അങ്ങനെ പറയുമോ? ഇല്ല. അങ്ങനെ ഇവിടെ ഇയാൾ ഈ ചേട്ടനും ഈ ചേച്ചിയായിരിക്കും ഈ വീട് പുതുതായിട്ട് പണിതു എന്ന് വെച്ചാൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇരിക്കും മോഡിഫിക്കേഷൻ വരുത്തിയ. വാവ്, ആടാ സാർ, ഇത് നേരത്തെ കാണിച്ചത് വീട് തന്നെയാണോ? അതെ, നോക്കൂ, കണ്ടോ? അതൊക്കെ ഇവിടെ തന്നെ ഇല്ലെന്ന്. മരമൊക്കെ മാറിയിട്ടോ, പുതിയ മരമൊന്നും വെച്ച് പിടിപ്പിച്ചേക്കണല്ല, ഇത് പഴയ മരം തന്നെയാണ് കേട്ടാ. ശരി, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ നിലവിലുണ്ടായിരുന്നതിൽ എന്താണ് ഒരു ചെറിയ ചേഞ്ചസ് വന്നു. ചെറുതല്ല, വലിയ ചേഞ്ചസ് ആണെങ്കിലും അതിന്റെ ആ സ്ട്രക്ചറിൽ വ്യത്യാസമില്ല. കുറച്ച് ചേഞ്ചസ്, പുതിയതായിട്ട് മാറ്റങ്ങൾ വന്നു, ഇല്ലേ? അതിനെയാണ് നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ്? ടു ഫോം ആൻ ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ് അഗെയിൻ ഇൻ എ ഡിഫറെന്റ് വേ. നമ്മൾ വീണ്ടും എന്താണ് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ, അതായത് നിലവിലുള്ളത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ ഫോം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ. ഒക്കേഷൻസ് ഫോർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം. എപ്പോഴൊക്കെയാണ് ഇങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുക? ഇപ്പം നമ്മുടെ വീട്ടിൽ എപ്പോഴൊക്കെയാണ് പെയിൻ്റ് അടിക്കുക? സ്വാഭാവികമായിട്ട് ഒരു കല്യാണം വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ആവശ്യം വരും, അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ എപ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് നോക്കാം. On the following occasions the reconstitution of the firm takes place. Change in the profit sharing ratio of the existing ratio. Change in the profit sharing ratio. കണ്ടോ, ഇവിടെ എല്ലാവർക്കും ഒരേ നാണയങ്ങളാണോ കിട്ടിയ? അങ്ങനെ നോക്കിയാൽ അല്ല, വേറെ വേറെ വേറെയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പാർട്ട്ണറാണെന്ന് വിചാരിക്കും. സപ്പോസ് നിങ്ങളുടെ പേര് എ, എൻ്റെ പേര് ബി. നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് പുതിയൊരാൾ വരെയാണ് സി. ക്ലിയർ? അപ്പം നമ്മൾ നിലവിലുള്ള നമ്മളുടെ ആ ഷെയറിങ് റേഷ്യോ ഇയാൾക്കും കൂടി കൊടുക്കേണ്ടത് കൊണ്ട് നമ്മളിലും ഒരു വ്യത്യാസം വരും. സപ്പോസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത് 2:2, 2:3 ഈ അനുഭവത്തിലാണ് കാര്യം. അപ്പോൾ ബിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സിക്ക് കൊടുക്കേണ്ടി വരും, എയുടെ കയ്യിൽ നിന്ന് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബിയിലും വ്യത്യാസം വരും, എയിലും വ്യത്യാസം വരും, പുതിയൊരാൾ വന്ന് സിയിലും വന്നു. അങ്ങനെ പ്രോഫിറ്റ് ഷെയറിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ നമ്മൾ എന്ത് പറയും? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു എന്ന് പറയും. ഓക്കെ, ക്ലിയർ? യെസ്. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം കഴിച്ച് പുതിയൊരാൾ വരെ, അപ്പോൾ നമ്മളവിടെ വ്യത്യാസമൊക്കെ വരുത്തില്ലേ? അതുവരെ കടന്നു ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആൾക്കാരൊക്കെ ഒന്ന് ഊട്ടുന്നു, അല്ലേ? അന്ന് ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ അയാൾക്ക് നമ്മൾ എന്താണ് അയാൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി കൂടി അരി കൂടുതലിടണ്ടേ? അത് തന്നെ ഇവിടെ സംഭവിക്കും. പുതിയൊരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. പുതിയൊരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊന്നൊരുങ്ങനെ നമുക്കൊരു മാറ്റം വരും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആണ് ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ എന്താണ് കുറേ ചേഞ്ചസ് വരില്ലേ അയാൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും. എങ്ങനെ? ആൾക്ക് അതിൻ്റെ അസറ്റുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം, അതൊക്കെ ആളുടെ പേരിലും കൂടി ആക്കി കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ കടങ്ങളുണ്ടെങ്കിൽ അതും ആളുടെ തലയിൽ വെച്ച് എടുത്തു കൊടുക്കണം. ദെൻ
റിട്ടയർമെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. നിലവിൽ ഒരാൾ എന്താണ് റിട്ടയർ ചെയ്തു പോയി. ഇപ്പൊ നിലവിൽ നമ്മുടെ വീട്ടിൽ ഒരാളുണ്ട്, അയാൾ തട്ടിപ്പോയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ പ്രായപൂർത്തിയായവരൊക്കെ തട്ടിപ്പോവും, ഒരുപാട് വയസ്സായവരൊക്കെ. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞടക്കൂലേ? ഇല്ലേ? ദൈവമേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നോക്കൂ, നമ്മളിപ്പോൾ ഈ ഒരു ബിസിനസ് നോക്കി, ഇവിടെ 1 2 3 4 5 അല്ലേ, 6 പേരുണ്ട്. ഒരാൾ റിട്ടയർ ചെയ്ത് പോവുകയാണ്. തട്ടിപ്പോവല്ല, എങ്ങനെയാണ് റിട്ടയർ ചെയ്ത് പോവുകയാണ്. അത് ചിലർ പണിക്ക് പോവില്ല വീട്ടിൽ നിന്ന്. ചിലപ്പോൾ 2 3 അമ്മക്കളൊക്കെ ഉണ്ടെങ്കിൽ മൂത്ത ആൾ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ ഭാര്യയൊക്കെ എന്താണ് വിളിച്ചുകൊണ്ട് പോകും, ഭാര്യയായിട്ട് നമുക്ക് കൂടെ താമസിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരാം. അതുപോലെ അല്ല, ബിസിനസ്സിൽ എന്താണ് ആൾ പ്രായപൂർത്തിയായി, ഒരുപാട് പ്രായമായി, അപ്പം എന്താണ് ഇത് വിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ സിറ്റുവേഷനിൽ നിലവിലുള്ളവർ തമ്മിൽ എന്താണ് ഒരു പ്രോഫിറ്റ് ഷെയറിംഗിൽ വ്യത്യാസങ്ങൾ വരും. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തത് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. എന്താണ് ഒരാൾ ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പോകുന്നു, എന്താ ഡിലീറ്റ്. നമ്മുടെ ന്യൂ ജനറേഷൻ ടേംസിൽ പറഞ്ഞാൽ ഒരാൾ എന്താണ് ഡിലീറ്റായി. അങ്ങനെ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവില്ല, അല്ലേ? അതുപോലെ ഈ ബിസിനസ്സിൽ നിന്ന് ഒരു പാർട്ണർ ഡിലീറ്റായി ഡെത്ത് ആയി പോയി കഴിഞ്ഞാൽ എന്താണ് അയാൾക്ക് നോമിനിക്ക് ആ ഷെയറൊക്കെ അയാൾക്ക് കൊടുക്കണം നിലയിലുള്ള. പിന്നെ നമ്മൾ ഒന്ന് ചേഞ്ച് ആവും, നമുക്ക് അവിടെ പ്രോഫിറ്റ് ഒക്കെ വീതം വ്യത്യാസം വരും, അല്ലേ? അതാണ് ഡെത്ത് ഓഫ് എ പാർട്ണർ. പിന്നെ എന്താണ് അമാൽഗമേഷൻ ഓഫ് 2 പാർട്ണർഷിപ്പ് ഫേംസ്. ഇത് തന്നെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുക. നമ്മളൊരു കല്യാണം നടത്തുമ്പോൾ 2 വീട്ടുകാർ തമ്മിൽ എന്താണ് ജോയിന്റ് ആവുകയാണ്, ഇല്ലേ? ലൈക്ക് ദിസ്. ഇതുവരെയും പരിചയമില്ലാത്ത 2 പേര് തമ്മിൽ ജോയിന്റ് ആവുകയാണ്. ഇനി അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം, അല്ലേ? ഇനി ഒരുമിച്ചാണ് അവർ, അല്ലാണ്ട് ഒറ്റയ്ക്കല്ല. ഇരുവരും എന്താണ് ഒരു ശരീരമാണെന്ന് പറയണ പോലെ 2 ബിസിനസ് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പേരിലാണ് അറിയപ്പെടുക. അല്ലാതെ ഇയാളുടെയോ സെപ്പറേറ്റ് പേരിലല്ല, ഒരു കോമൺ നെയിമിലാണ് അറിയപ്പെടുക. അവർക്ക് കോമൺ റൂൾസ് ഉണ്ടാവും. അവർക്കും അവിടെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ചേഞ്ചസ് വരുത്തണം പുതിയ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പം ഇത്തരം കേസുകളാണ് റീകൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നതെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ എക്സിസ്റ്റിംഗ് റേഷ്യോ, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഓക്കെ. അപ്പോൾ എന്താണ് റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ്. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. എഗ്രിമെന്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പാർട്ണർഷിപ്പ് ഡീഡ്, ഇല്ലേ? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. അതായത് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്, പേരൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒരു എഗ്രിമെന്റ് ആണ്. നമുക്കറിയാം ഒരു മാരേജ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? മാരേജ് ഇല്ലേ, കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ നമ്മളൊരു സാധനം വിൽക്കുമ്പോഴൊക്കെ എന്താണ് ഒരു എഗ്രിമെന്റ് ഉണ്ട്. ഒരു 3 മാസത്തേക്ക് ബില്ലൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതുപോലെ പാർട്ണർഷിപ്പിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് പാർട്ട്നേഴ്സിന്റെ പേര്, അഡ്രസ്സ്, വയസ്സ്, എവിടെയാണ് താമസിക്കുന്നത്, എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടാതെ തന്നെ അവർക്ക് എങ്ങനെ എന്തോരം പ്രോഫിറ്റ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാനില്ല. അതിനൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ ഒരു ചേഞ്ച് വന്നാലോ, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വന്നാൽ എഗ്രിമെന്റിൽ ചേഞ്ച് വരും. അങ്ങനെ എഗ്രിമെന്റിൽ ചേഞ്ച് വരുന്ന എന്തും എന്താണ് റീകൺസ്റ്റിറ്റ്യൂഷൻ ഇടയാക്കും. ഓക്കെ, സോ എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് അമൗണ്ട്സ് ടു റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ്. വെരി സിമ്പിൾ ആണത്. എഗ്രിമെന്റിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഏതൊരു പ്രവൃത്തിയും എന്താണ് റീകൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കും. കിട്ടിയോ? ക്ലിയർ? ഓക്കെ. മീനിങ് ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു, ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് എന്താണ് ഈ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അതിൻ്റെ മീനിങ്? വെരി സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. എ ബി 2 പേരാണ് പാർട്ട്നേഴ്സ്. എ കുറച്ച് ഷെയർ ബിക്ക് കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ പറയാം, ബി പർച്ചേസ് സം ഷെയർ ഫ്രം എന്താണ് എ. അപ്പം എയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് കുറഞ്ഞു, ബിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്താണ് കൂടി. അപ്പം നിലവിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലും ഇങ്ങനെ സംഭവിക്കാം. അതിനെ നമുക്ക് എന്ത് പറയാം? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയും. ഇനി പുതിയൊരാൾ വരുന്നു, സി, അഡ്മിഷൻ. അപ്പോഴും ഇതേപോലെ എ കുറച്ച് അയാൾക്ക് കൊടുക്കും, ബി കുറച്ച് കൊടുക്കും. അപ്പോഴും നിലവിലുള്ളവരുടെ പ്രോഫിറ്റിൽ എന്താണ് വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ നമ്മളെന്ത് പറയും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവരുടെ ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് വരും. അങ്ങനെ ഷെയറിൽ ചേഞ്ച് വന്നാൽ അവർ എഗ്രിമെന്റ് മാറ്റേണ്ടി വരും. എഗ്രിമെന്റിൽ മാറ്റം വന്നാൽ എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ലീഡ്സ് ടു വാട്ട്? റീകൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. Then, if a partner transfer a part of his share of profit to another partner, മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ it is known as change in profit sharing ratio among
existing partner. Okay. In this, the one partner purchases a share of profit from another partner. Okay. A change in profit sharing is one of the mode of the reconstituting the firm. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് മാത്രമല്ല, അതിൻ്റെ ചേഞ്ച് മാത്രമല്ല, അത് മാത്രമല്ല ഒരു കാരണം, വേറെയും കാരണങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിസ്റ്റിംഗ് നിലവിലുള്ളവർ തമ്മിലുള്ള ചേഞ്ചാണ്. കണ്ടോ, ആ ചേഞ്ചിന് കാരണക്കാരൻ അഡ്മിഷൻ ആവാം, ഡെത്ത് ആവാം, റിട്ടയർമെന്റ് ആവാം. എനിവേ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതൊരു കാരണം മാത്രമാണ് എന്തിൻ്റെ, റീകൺസ്റ്റിറ്റ്യൂഷൻ്റെ. ഓക്കെ. എപ്പോഴാണ് റീകൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റം വരുത്തിയിട്ടിൽ ഉണ്ടെങ്കിൽ ഉടനെ എവിടെ മാറ്റം വരുത്തേണ്ട, ഒരു എഗ്രിമെന്റിൽ മാറ്റം വരുത്താം. ഓക്കെ. എഗ്രിമെന്റിൽ ഉണ്ടാവുന്ന ഏതൊരു ചേഞ്ചും എന്താണ്, റീകൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കും. നീഡ് ഫോർ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്തിനാണ് സാർ ഇങ്ങനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യണത്? ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പാർട്ട്നർ സോ ഡിസൈഡ്, പാർട്ട്ണർ വിചാരിക്കുകയാണ് നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റം വരുത്താം. ഓക്കെ. വെൻ ന്യൂ പാർട്ണർ ഇസ് അഡ്മിറ്റഡ്, പുതിയ പാർട്ട്ണർ വരുമ്പോഴും ഇങ്ങനെ ഷെയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. വെൻ എ പാർട്ട്ണർ റിട്ടയർ, ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകണം, ഞാനില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലും ഇങ്ങനെ സംഭവിക്കും. അടുത്തത് വെൻ എ പാർട്ട്ണർ ഡൈ, മരിച്ചു ചത്തുപോയാലും ഇങ്ങനെ സംഭവിക്കും. ഓക്കെ. ഇതിനകത്ത് വെൻ എ പാർട്ട്ണർ ഇസ് അഡ്മിറ്റഡ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. ഇപ്പോൾ നമുക്കിനി അഡ്മിഷൻ നോക്കാം. ഓക്കെ. അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, പുതിയൊരാൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരിക. പുതിയൊരാൾ കേട്ടോ, പുതിയ ആൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ബാമോനെ. എക്സാമ്പിൾ, ഹരി ആൻഡ് തോമസ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. ഹരിയും തോമസും പാർട്ട്ണറായിരുന്നു. അവർ എന്താണ് 3:2 എന്ന അനുപാതത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അവരൊരാളെ അവരുടെ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു, ഒരു കൂട്ടുകാരനെ. എന്നാണ്? On April 1st, 2007, they admitted CR as a new partner with 1/6 share in profit of the firm. നമ്മുടെ ഇപ്പം നിലവിലുള്ള ലാഭത്തിൻ്റെ 6 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരെണ്ണം ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു? നമ്മുടെ സിയാറിന് കൊടുക്കണം. അപ്പം ഇത്രയും പ്രോഫിറ്റാണ് നിലവിലുള്ളതെങ്കിൽ ഇതിനെ തുല്യമായിട്ടുള്ള എത്ര ഭാഗങ്ങളാക്കണം? 6 ഭാഗങ്ങളാക്കണം. 1, 2, 3, 1, 2, 3, 4, പണിയായിരം 5, 1, 2, 3, 4, 5 ഇവിടുത്തെ വരക്കണ്ടായിരുന്നു. 6. 1, 2, 3, 4, 5, 6 തുല്യമാണ് കേട്ടോ. അത് നിങ്ങൾ തുല്യമാണെന്ന് വിചാരിച്ചാൽ മതി. അതിനകത്ത് ഒരു ഭാഗം ആർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു? സിയാ. അപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുറയൂലേ? ഇവർക്ക് രണ്ടുപേർക്കും കുറയും. അപ്പോൾ ചേഞ്ച് വന്നില്ലേ? തീർച്ചയായിട്ടും ചേഞ്ച് വരും. ഓക്കെ. അങ്ങനെ ചേഞ്ച് വരികയും പുതുതായിട്ട് ഇവിടെ ഒരു പാർട്ട്ണർ വരികയും ചെയ്തു. ഓക്കെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. ക്ലിയർ? സോ വിത്ത് ദിസ് ചേഞ്ച് നൗ ദർ ആർ 3 പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ആൻഡ് ഇറ്റ് സ്റ്റാൻഡ് റീകൺസ്റ്റിറ്റ്യൂട്ട്. എന്ത് പറയും നമ്മൾ? റീകൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഓക്കെ. ഹൗ ക്യാൻ എ ന്യൂ പാർട്ട്ണർ ബി അഡ്മിറ്റഡ്? സാറേ എങ്ങനെയാണ് ഒരു പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്? നോക്കൂ. ഇപ്പോൾ ഞാനും നിങ്ങളും പാർട്ട്ണറാണ്. നിങ്ങളുടെ പേര് എ, എൻ്റെ പേര് ബി. അപ്പം എനിക്ക് ഭയങ്കര വല്ലാത്തൊരു അതിമോഹം, സി എന്ന് പറഞ്ഞ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷേ എ പറയണേ അവൻ ശരിയല്ല, വേണ്ടട്ടാ. ബിയോ ഇല്ല ഞാൻ കൊണ്ടുവരും. നടക്കില്ല. കാരണം എന്താ? എയുടെ സമ്മതം ഇല്ലാതെ വേറൊരാൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റൂല. അത് തന്നെയാണ് നമ്മുടെ നിയമം പറയുന്നത്. According to Section 31 of Indian Partnership Act 1932, a person can be admitted as a new partner only with the consent of all existing partners. നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ സമ്മതം ഇല്ലാതെ വേറൊരാളെ കൊണ്ടുവരാനായിട്ട് പറ്റൂല. ഓക്കെ. അപ്പോൾ ഹൗ ക്യാൻ എ ന്യൂ പാർട്ണർ ബി അഡ്മിറ്റഡ്? വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ. നിലവിലുള്ളവരുടെ സമ്മതം ഇല്ലാതെ നമുക്ക് പുതിയ ഒരാളെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ക്ലിയർ? ഓക്കെ. A new partner is needed into the business due to the following reasons. എന്തിനാണ് സാറേ പുതിയ നമുക്ക് അങ്ങോട്ട് ചെയ്താൽ പോലും ബിസിനസ് അല്ല? പുതിയ പാർട്ണറെ വരാനായിട്ട് കാരണങ്ങളുണ്ടെന്നേ. 4 കാരണങ്ങളുണ്ട്. നോക്കാം. 1, when more capital is needed for the expansion of the business. നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ട് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബിസിനസ് വളർന്നുകൊണ്ടിരിക്കണം, പക്ഷേ എക്സ്പാൻഷൻ വേണം, വലുതാക്കണം, കുറേ സൗകര്യങ്ങൾ വേണം, പക്ഷെ കാശ് പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാശുള്ളവനെ പിടിക്കും, അവനെയും കൂടി എന്താണ് പാർട്ണറാക്കും. അത്രേ ഉള്ളൂ. സിമ്പിൾ. വെൻ മോർ ക്യാപിറ്റൽ ഇസ് നീഡഡ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് എ ബിസിനസ്. കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായി വരുമ്പോൾ.
Then, when a competent and experienced person is needed for the efficient running of the business, ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ കാറുകളുടെ പാർട്സ് വിൽക്കുന്ന കടയാണ് തുടങ്ങിയേക്കണേന്ന് വിചാരിക്കും. എനിക്കൊരു കുന്തും അറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഓരോ പാർട്സ് വയ്ക്കുന്നത് ഇന്ന പേരില്ല, ആ പേരുകളിട്ട് തന്നെ ഞെട്ടുന്നു. അതെവിടെ ഇരിക്കുന്നത്, അതെന്താ, ഒന്നും അറിയില്ല. എനിക്ക് ആ കട നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ആ മേഖലയിൽ പരിചയമുള്ള ഒരാളെന്താണ് വേണം, അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെടും അല്ലേ. അപ്പോൾ ഞാനെന്താ ഒരു ഓട്ടോമൊബൈൽ കഴിഞ്ഞ അത്യാവശ്യം അതിനെക്കുറിച്ച് വിവരമുള്ള ഒരാളെന്താണ് പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരും. ക്ലിയർ? Then to increase the goodwill and reputation of the business by taking a reputed and renewed person into the partnership. അപ്പോൾ നിങ്ങൾ ഈ പരസ്യങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഷാരൂഖ് ഖാൻ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ ഐശ്വര്യ, ഇവരൊക്കെ എല്ലാവരും ഹിന്ദിക്കാരല്ല, മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ എന്താണ് നയൻതാര, നയൻതാരയൊക്കെ ഇത്ര ഓൾഡായി, കാജൽ അഗർവാൾ, എന്നാലും പോട്ടെ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവരൊക്കെ ഒരു കാര്യം വന്നിട്ട് ഇത് നല്ലതാണ്, ഞങ്ങളുടെ സൗന്ദര്യ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. മണ്ടന്മാരാണെങ്കിലും വിശ്വസിക്കും. അവരത് ഉപയോഗിക്കണുണ്ടാവില്ല എങ്കിലും നമ്മൾ വിശ്വസിക്കും. കാരണം അവരുടെ എന്താണ് ഗുഡ് വിൽ, അവരുടെ റെപ്യൂട്ടേഷൻ. അതുപോലെ നല്ല സമൂഹം അംഗീകരിക്കുന്ന ചില ആൾക്കാരെയും കൂടി നമ്മുടെ ബിസിനസ്സിൽ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് എന്താണ് മറ്റുള്ളവരെ അട്രാക്റ്റഡ് ആവും. ഓക്കെ. 4, ടു എൻകറേജ് എ കാപ്പബിൾ എംപ്ലോയി ബൈ ടേക്കിംഗ് ഹിം ഇൻ ടു ദ പാർട്ണർഷിപ്പ്. അതായത് നമ്മുടെ എംപ്ലോയി, നമ്മുടെ ജോലിക്കാരൻ ചിലപ്പോൾ നല്ല മിടുക്കനായിരിക്കും, അവൻ എല്ലാ കാര്യങ്ങളും A to Z വരെ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം. അപ്പോൾ അവന് പറയണം എനിക്ക് അടുത്ത മാസം ഒരു 10,000 കൂട്ടിത്തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ല അത് പറ്റൂല എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ഇവിടുന്ന് പോയി വേറെ കമ്പനി എനിക്ക് ജോലി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവന് വിടാൻ പറ്റില്ല. കാരണം അവൻ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും നമ്മൾ കൊളാവും. രണ്ടാമത് അവൻ അവിടെ ചെന്നാൽ നമ്മുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കില്ലേ. മാത്രമല്ല അവൻ അവിടെ ചെന്നാൽ എക്സ്പെർട്ട് അത് ടോപ്പാക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവനോട് നിനക്ക് പാർട്ണർഷിപ്പിലേക്ക് അവസരം തരാൻ ഇത്ര രൂപ കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് പാർട്ണറാവാൻ നിനക്ക് ലാഭം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ എംപ്ലോയി നമ്മുടെ പാർട്ണർഷിപ്പിലേക്ക് വരും. അപ്പോൾ നമ്മൾ നല്ല കഴിവുള്ള ഒരാളെ എൻകറേജ് ചെയ്യാം. ഇതെൻ്റെ പിന്നിലെ റീസണാണ്. എങ്കിലും എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല കേട്ടോ. നല്ല എംപ്ലോയി ആണെങ്കിൽ ചിലപ്പോൾ പ്രൊമോഷൻ കൊടുത്ത് അങ്ങനെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാം. സോ ദീസ് ആർ ദ 4 റീസൺ ഫോർ അഡ്മിറ്റിംഗ് എ ന്യൂ പാർട്ണർ. എന്തൊക്കെയാണ്? ഒന്ന്, മോർ ക്യാപിറ്റൽ ആവശ്യമായി വരുമ്പോൾ, പിന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആവശ്യമായി വരുമ്പോൾ, പിന്നെ ഗുഡ് വില്ലുള്ള ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കും ഗുഡ് വിൽ ഉണ്ടാവും. അങ്ങനെ പിന്നെന്താണ്, നല്ല കഴിവുള്ള ഒരു എംപ്ലോയിനെ നമ്മൾ എൻകറേജ് പ്രോത്സാഹിപ്പിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണറിൻ്റെ കാരണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാൾ അഡ്മിറ്റ് ചെയ്തു. എ ന്യൂവിലി അഡ്മിറ്റഡ് പാർട്ണർ അക്യൂർ 2 മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫേം. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ കെട്ടി വരാറുണ്ടല്ലോ, ചിലപ്പോൾ ചേട്ടനോ അനിയനോ ആരോ. അപ്പോൾ അവരോട് നമ്മൾ ഞങ്ങളുടെ കെട്ടിൽ ഞങ്ങളുടെ TV ഓൺ ചെയ്തു എന്നൊക്കെ പറയുമോ? ഇല്ല. അതൊക്കെ അവരുടെയും കൂടെ അവകാശമാണ്. അവർ ചിലപ്പോൾ TV ഓൺ ചെയ്യും, TV കാണും, ഫ്രിഡ്ജ് തുറക്കും, ചിലപ്പോൾ അവർ അടുക്കളയ്ക്ക് തിന്നും, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും, ചിലപ്പോൾ കസേരങ്ങൾ മാറ്റിയിടും. ഇതൊക്കെ ഞങ്ങളുടെയാണ്, തുടരുത് എന്നൊക്കെ പറയാൻ പറ്റില്ല. അവർക്ക് റൈറ്റ് ഉണ്ട്, നമ്മൾ കൊടുക്കണേ അല്ലേ, ശരിയല്ലേ? അതേപോലെ ഒരു ബിസിനസ്സിലേക്ക് ഒരു അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ എല്ലാ അസറ്റുകളും ആർക്കും കൂടി അവകാശപ്പെട്ടാണ്, അഡ്മിറ്റ് ചെയ്ത ഒരാൾക്കും കൂടി അവകാശപ്പെട്ടാണ്. റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ പാർട്ണർഷിപ്പ് ഫേം. ഇപ്പോൾ നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാം, ഒരു കാർ ഉണ്ടെങ്കിൽ കാർ ഉപയോഗിക്കാം. മനസ്സിലായോ? അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിലൊരു പണിയുണ്ട്. എന്താണ്? അതായത് ലയബിലിറ്റീസും കൂടി എന്താണ് ഉൾപ്പെടും. ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ A, ഞാൻ B. ഓക്കെ. അപ്പോൾ എൻ്റെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയും ഞാനും കൂടി പാർട്ണർ ആയിക്കോട്ടെ, എന്തിനാണ് ഏട്ടാ? അപ്പോൾ ഞാൻ പറയാം എത്ര രൂപ, എന്തെങ്കിലും ഒരു 10,000 വേണം. അപ്പോൾ എൻ്റെ ചേട്ടാ 10,000 ഒന്നും ചേട്ടാ 10 രൂപ ഉള്ളൂ എന്ന് പറയും. ശരി 10 രൂപ എന്ന് പറയും. ഞാൻ നിങ്ങളെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. സത്യത്തിൽ എനിക്ക് ഭയങ്കര കടമായിരുന്നു, 1 ലക്ഷം രൂപ കടം. എത്ര ലക്ഷം രൂപ? 1 ലക്ഷം. അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കാറൊക്കെ ഉണ്ട്, കാറ് വണ്ടി എല്ലാം ഉണ്ട്. 1 ലക്ഷം കേട്ടോ, സോറി 1 ലക്ഷം രൂപ എന്ത് കടമാണ്? 10 ലക്ഷം. 10 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങൾ വെറും 10 രൂപ വന്നിട്ടുള്ള ഇങ്ങനെ കടം മൂടി 10 ലക്ഷം രൂപ തരാണ്ട് പറ്റൂല എന്ന് കടക്കാർ പറഞ്ഞ് ബഹളമായി. അങ്ങനെ എൻ്റെ കാറൊക്കെ എല്ലാം വിറ്റു, എൻ്റെ വീട്ടിലുള്ള ബാങ്കിലെ എല്ലാ സ്വത്തുക്കളും കഴിഞ്ഞപ്പോൾ എനിക്കൊരു 8 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റി. എത്ര ലക്ഷം രൂപ? 8 ലക്ഷം. ഓക്കെ. 800 അല്ല 8 ലക്ഷം. പൂജ്യം ഇടാൻ പറ്റുന്നില്ല. 8 ലക്ഷം. ബാക്കി ഒരു 2 ലക്ഷം രൂപ ഉണ്ട്. അതാര് കൊടുക്കണം? അത് നിങ്ങൾ കൊടുക്കണം. അപ്പം നിങ്ങൾ എടുത്തു വന്നു 2 ലക്ഷം രൂപ. അങ്ങനെ അപ്പം നിങ്ങൾ പറയണേ ഞാൻ വെറും 10 രൂപ കൊടുത്തിട്ടുള്ളൂ, എനിക്ക് 2 ലക്ഷം തരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ആ 10 രൂപ വേണ്ടെന്നേ, ഞാൻ പോയിന് വീട്ടിൽ. നടക്കൂല മോനെ. നിങ്ങളുടെ വീട്ടിൽ വരും,
എന്നിട്ട് പറയും നിങ്ങളുടെ വീട്ടിലെ ആ പേരമ്പറമ്പൊക്കെ വിറ്റിട്ട് ആ 2 ലക്ഷം തരാൻ പറയും. അപ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് എൻ്റെ പേരമ്പറമ്പ് വിൽക്കുന്നത്, ഞാൻ 10 രൂപ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരെന്താണ് നിയമം കാണിക്കുക നിങ്ങളെ. ലോ എന്താ പറയുന്നത്? ലോയിൽ പറയുന്നത് നിങ്ങളുടെ കുടുംബം വിറ്റിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, ആ കടം കൂടി കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതിന്റെ ലാഭം നിങ്ങൾ അനുഭവിക്കാമെങ്കിൽ ആ കടം കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. സോ നിങ്ങൾ സൂക്ഷിക്കണം, കേട്ടോ. കാരണം എന്താ, 1 രൂപ കൊടുത്ത് പാർട്ണർഷിപ്പിൽ ചേർന്നാലും ബാധ്യതകൾ മുഴുവൻ നിങ്ങളുടെ തലയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് പറയുമ്പോൾ ബാധ്യത ഒരു റൈറ്റ് ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ, എന്ത്, റൈറ്റ് ടു ഷെയർ ദി അസറ്റ്സ്. അതിൻ്റെ കൂട്ടത്തിൽ കൂടി ലയബിലിറ്റിയും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ. റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്. ലാഭമുണ്ടായാൽ ലാഭത്തിന്റെ വിഹിതം കിട്ടാനുള്ള അവകാശമുണ്ട്. തന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോയി വാങ്ങിക്കാം കേട്ടോ. സോ ഇത് കൂടാതെ ഫോർ ദിസ് റൈറ്റ്, ഈ റൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ആ പാർട്ണർ എന്ത് ചെയ്യണം, ചുമ്മാ അങ്ങോട്ട് ചെന്നിട്ട് എനിക്കിത് അവകാശം പറയാനില്ല, പൈസ കൊടുക്കണം. എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലമോ അല്ലെങ്കിൽ എന്താണ് വണ്ടികളോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിനകത്ത് പാർട്ണർഷിപ്പ് വരണമെങ്കിൽ കുറച്ച് കാശ് കൊടുത്തേ പറ്റും. ചില സമയങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാല് പിടിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേര് എ, എൻ്റെ പേര് ബി. ഞാൻ ഭയങ്കര വലിയ ബിസിനസ്സാണെന്ന് വെച്ചോ, ഭയങ്കര സെറ്റപ്പ് ബിസിനസ് നടത്തിയിട്ട് ഇപ്പം നിങ്ങളുണ്ട്, എനിക്ക് പാർട്ണർഷിപ്പ് തരുമല്ലോ, അത് നിങ്ങളൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ പടപ്പാ എന്ന് പറയും. എന്തിനാണ് പ്ലീസ്, നിങ്ങളുടെ എത്രയാണ് ക്യാപിറ്റൽ, ഗ്രീഡ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഞാൻ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബിസിനസ് ചേരണമെങ്കിൽ ഒരു 2 കോടിയെങ്കിലും മിനിമം വേണം. അപ്പോൾ നിങ്ങൾ തരാം, 2 കോടി തരാമല്ലോ. അപ്പോൾ ഞാൻ പറയും 2 കോടിയാ, 2 കോടി തരാൻ എത്ര പേരുണ്ടെന്ന് അറിയോ? 10-20 പേരോട് ക്യൂ നിൽക്കുന്നു. അപ്പോഴല്ലേ പോടപ്പാങ്ങ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, 2 കോടിയുടെ ഒപ്പം ഞാൻ വേറെ കുറച്ച് പൈസയും കൂടി തന്നാലോ? അപ്പോൾ നിങ്ങൾ എന്ത് പൈസ? അല്ല, നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തായാലും 2 കോടി നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും ലാഭം കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു ഗുഡ് വില്, അതിന് ഞാൻ ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ തരാം. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്താണ്, അപ്പോൾ ഞാൻ പറയാം എന്നാൽ ശരി പോര്. ഇങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ ബിസിനസ്സും സെറ്റപ്പ് കമ്പനിയൊക്കെ ആയിരിക്കണം, സെറ്റപ്പ് പാർട്ണർഷിപ്പ് ആയിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ തരില്ല. തരുമോ? ഇല്ല. എനിക്ക് നല്ലൊരു റെപ്യൂട്ടേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നോക്കൂ, ഇൻ ദ കേസ് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫേം വിച്ച് മേ ബി ഏർണിംഗ് മോർ പ്രോഫിറ്റ് ദാൻ ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്ന വലിയ ഫേം, അതായത് ഭയങ്കര സെറ്റപ്പാണ്. ഓൺ ഇറ്റ്സ് ക്യാപിറ്റൽ ദ ന്യൂ പാർട്ണർ ഇസ് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് സം അഡീഷണൽ എമൗണ്ട് നോൺ ആസ് പ്രീമിയം ഓർ ഗുഡ് വിൽ. പുതിയ പാർട്ണർ എന്ത് ചെയ്യും, എക്സ്ട്രാ എന്തുകൊണ്ടുവരും, ചില അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കൊണ്ടുവരും. ദാറ്റ് ഈസ് നോൺ ആസ് പ്രീമിയം ഓർ ഗുഡ് വിൽ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പാഠവത്തിൻ്റെ കണക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? Following adjustments are needed at the time of the admission of a new partner. First one, calculation of new profit sharing ratio, sacrificing ratio, goodwill treatment, treatment of revaluation of personal liabilities, accounting treatment of reserves and accumulated profit, പിന്നെ adjustment of capital. സാറേ ഇത്രയോ? പേടിക്കണ്ട, ദൂരനിരവധമായിട്ട് നമുക്ക് പഠിക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ എന്താണ്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണുക, നെക്സ്റ്റ് വീഡിയോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ മറ്റു സുഹൃത്തുക്കളെയും നിങ്ങൾ സഹായിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.